കോൺഗ്രസ് ആലപ്പുഴ സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ടു. നിയമസഭാ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഏറെ നാളുകളായി തർക്കം നിലനിന്നിരുന്നു. ഇതിനിടെയാണ് KPCCയുടെ ഈ നടപടി. താൽക്കാലിക കമ്മിറ്റിക്ക് പകരം ചുമതല നൽകിയിട്ടുമുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ആലപ്പുഴയിൽ തത്സമയം ചേരുന്നു. അശ്വിൻ, ഇപ്പോഴത്തെ ഈ നടപടി എന്തൊക്കെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് KPCCയിൽ നിന്നും? പ്രജിൻ, കഴിഞ്ഞ കുറെ നാളുകളായി ആലപ്പുഴ സൗത്ത് മണ്ഡലം കമ്മിറ്റിയിൽ, ബ്ലോക്ക് കമ്മിറ്റിയിൽ വലിയ തർക്കങ്ങളുണ്ട്. അത് അമ്പലപ്പുഴയിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ ചില നേതാക്കളോട് കേന്ദ്രീകരിച്ച പ്രവർത്തനം നടത്താൻ KPCC നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1.5 മാസക്കാലമായി കോൺഗ്രസ് നേതാവ് M. ലിജു അമ്പലപ്പുഴ ബ്ലോക്ക് മണ്ഡലം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾ അമ്പലപ്പുഴ അടങ്ങുന്ന ആലപ്പുഴ സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയിൽ ചില പരാതികൾ ഉന്നയിക്കുകയും ആലപ്പുഴയിൽ നിന്നുള്ള നേതാക്കളെ അവഗണിക്കുന്നതായുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പേരിൽ പ്രവർത്തകർ നേതാക്കളും 2 തട്ടിലായി വലിയ തർക്കങ്ങൾ ഈ ബ്ലോക്ക് കമ്മിറ്റിയിലൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അത് വലിയ തർക്കങ്ങളിലേക്ക് പോയപ്പോഴാണ് ആലപ്പുഴ DCC അധ്യക്ഷൻ ബാബു പ്രസാദ് KPCCക്ക് ഒരു പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 ദിവസമായി ചർച്ചകൾ നടന്നിരുന്നു. എന്തായാലും ഒടുവിൽ ഇപ്പോൾ DCCയുടെ ജനറൽ സെക്രട്ടറിയായ G. സഞ്ജീവ് ഭട്ടിനെ കൺവീനറാക്കി 11 അംഗ താൽക്കാലിക കമ്മിറ്റിക്ക് ചുമതല നൽകി നിലവിലുള്ള കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിട്ടതായി KPCC പ്രസിഡന്റ് തന്നെ വാർത്താക്കുറിപ്പിറക്കി ഇതിന്റെ ഓർഡറും പുറത്തിറക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ താൽക്കാലിക കമ്മിറ്റിയാണ് ആലപ്പുഴ സൗത്ത് കമ്മിറ്റിയെ നയിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളാണ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. അശ്വിൻ പാലാടിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.